KSRTCയുടെ ഓടിത്തളർന്ന ആനവണ്ടിയെ ഡബിൾ ഡക്കർ ബസ്സായിട്ട് KTDC ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ വൈക്കത്ത് ബോട്ട് ജെട്ടിയിൽ ഫുഡ് സെർവ് ചെയ്യുന്നൊരു കഫേ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. KTDCയുടെ ഫുഡി വീൽസ് ഉച്ചയ്ക്ക് 12 to 9 മണി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. കേരളത്തിൻ്റെ ആനവണ്ടീനെ ഇങ്ങനെ ആക്കിയതിൽ വളരെ സന്തോഷം. കാണാനും ഒരു ഫാമിലി ആയിട്ട് ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം. ഒരു അവധി ദിവസങ്ങളിൽ വൈകിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ വേമ്പനാട് നായയിലെ കാറ്റും കൊള്ളാം, നല്ല ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ടൊരു വീട്ടിൽ ഗാർഡൻ ലാൻഡ്സ്കേപ്പ് ചെയ്തുപോലെയുണ്ട്. കേരളത്തിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് മന്ത്രി ഇനാഗ്രേഷൻ പറഞ്ഞതായിട്ട് ഞാൻ അറിയാനിടയുണ്ടായി. പക്ഷേ കേരളത്തിൽ ഫുഡ് ഒഴിച്ച് സംസ്ഥാനം വിട്ടുള്ള ഫുഡുകൾ നന്നായി കൊടുക്കുന്നുണ്ട്. മിനറൽ വാട്ടർ MRP 15 രൂപയാണ്. അതിൽ 19 രൂപ പ്ലസ് ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. MRPന് മുകളിൽ എങ്ങനെ എമൗണ്ട് ഓടിക്കാൻ പറ്റും, MRPന് മുകളിൽ എങ്ങനെ ടാക്സ് ഓടിക്കാൻ പറ്റുന്നത് എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ വൃത്തിയിട്ട് ഞാൻ ഒരു സർക്കാർ സ്ഥാപനം കണ്ടിട്ടില്ല. KSRTC ബസ് ഇത്ര വൃത്തിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണും. ഞാൻ കൊള്ളാം. KSRTCയുടെ ഓടിത്തളർന്ന ആനവണ്ടിയെ ഡബിൾ ഡക്കർ ബസ്സായിട്ട് KTDC ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ വൈക്കത്ത് ബോട്ട് ജെട്ടിയിൽ ഫുഡ് സെർവ് ചെയ്യുന്നൊരു കഫേ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ രുചി തേടി അതെന്താണെന്ന് അറിയാനും അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാനും ഞങ്ങൾ കസിൻസ് ഇന്ന് വൈക്കത്ത് എത്തിയിട്ടുണ്ട്. വൈക്കത്ത് ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്ത് KTDC അരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ബാറുണ്ട്. ആ റെസ്റ്റോറൻറ്റ് ബാറിന് മുന്നിലാണ് ഈ ഫുഡ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഒരു ഡബിൾ ഡക്കർ ബസ്സിൽ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ രുചി വിശേഷങ്ങളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. വൈക്കം ബോട്ട് ജെട്ടിയിൽ വൈകിട്ട് ഒരു സായാഹ്നം. KTDCയുടെ ഫുഡി വീൽസ് ഉച്ചയ്ക്ക് 12 to 9 മണി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഇതെന്നാലും വിജയിക്കും. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. കേരളത്തിലെ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകൾ തുടങ്ങുമെന്നൊക്കെ മന്ത്രി വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളൂ. കേരളത്തിൻ്റെ ആനവണ്ടീനെ ഇങ്ങനെ ആക്കിയതിൽ വളരെ സന്തോഷം. കാണാനും ഒരു ഫാമിലി ആയിട്ട് ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം. ഒരു അവധി ദിവസങ്ങളിൽ വൈകിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ വേമ്പനാട് നായയിലെ കാറ്റും കൊള്ളാം, നല്ല ഭക്ഷണം കഴിക്കാം. KSRTCയും KTDCയും തമ്മിലൊരു കോപ്പറേഷനിൽ KSRTCയുടെ വൈക്കം ഡിപ്പോയിലുണ്ടായിരുന്ന പഴയ ബസ് ഫുഡി ഓൺ വീൽസ് പറഞ്ഞൊരു ഒരു കഫേ മോഡലിലേക്ക് അവർ 2 കൊല്ലം മുമ്പ് ഇനാഗ്രേറ്റ് ചെയ്തു. കൊള്ളാം, നമ്മളൊന്ന് കഴിച്ചിട്ട് പറയാം. പൊളിച്ചുകൊണ്ട് 40 പേർക്ക് ഇവിടെ ഇരിക്കാം. മുകളിൽ നോൺ AC ആണ്, താഴെ AC. അടിപൊളി. ഓ, ഇത് നല്ല വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് കായൽ മൊത്തം നമുക്ക് കണ്ടുകൊണ്ട് കഴിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. വേമ്പനാട്ട് കായലിനെ നോക്കിക്കൊണ്ട് നമുക്ക് മൊമോസും ബർഗറും കഴിക്കാം. സ്നാക്സ് മാത്രം മുകളിൽ കിട്ടുള്ളൂ, ഫുഡ് താഴെ കിട്ടുള്ളൂ. സ്നാക്കിങ് സ്നാക്ക് UPI പേയ്മെൻ്റ് ഉണ്ട്. പേടിഎമ്മിൻ്റെ UPI പേയ്മെൻ്റ് ഉണ്ട്. സാധാരണ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇതിനെ മടിക്കുന്നതാണ്. നല്ല നീറ്റാട്ടോ, ഒന്നും പറയാനില്ല. ഇത്രയും പ്രതീക്ഷയില്ല. ഞാനും പ്രതീക്ഷയില്ല. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പൊളിച്ച് തൂക്കി വയ്ക്കുന്ന അവസ്ഥയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വന്ന്. സാധാരണ സർക്കാർ എന്തെങ്കിലും പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോയി മെയിൻറ്റെയിൻ ചെയ്യാൻ കാശുണ്ടാവാറില്ല. ഇതിപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സർക്കാർ തുടങ്ങുന്ന ഒരു പ്രോജക്റ്റിൻ്റെ റിയൽ ക്വാളിറ്റി അറിഞ്ഞ് തുടങ്ങിയിട്ട് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്നാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തംസ് അപ്പ് ടു എന്താ പറയുക ടൂറിസം KTDC ഡിപ്പാർട്ട്മെൻറ്റ്. സർക്കാരിനപ്പോൾ നീറ്റായി ചെയ്യാനും അറിയാം. നമ്മൾ ട്രിവാൻഡ്രത്ത് ജയിലിൽ ഇത് പോയപ്പോൾ ജയിലിൻ്റെ ഫുഡ് ഉണ്ടല്ലോ, ജയിലിലെ ഫുഡ് വളരെ മോശമായിരുന്നു. ഞങ്ങൾ ഈ വ്ളോഗിങ് ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ഫുഡ് ട്രിവാൻഡ്രം ജയിലിലാണ്. ഉടൻ മൈക്ക് ഒട്ടിച്ചേക്കുവാണിത്. ഞാൻ മുംബൈ പോയപ്പോൾ മുംബൈ CST സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ ഒരു റെയിൽവേ ബോഗി, ട്രെയിനിൻ്റെ ബോഗിയിൽ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ പൂട്ടി, അടച്ചു. 2 കൊല്ലം കഴിഞ്ഞ് അടച്ചു. ഇതും അതുപോലെ അടച്ചു എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇത് അടച്ചിട്ടില്ല, ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബോട്ട് ചെട്ടി. ഇത് കയറിപ്പോയ ചേർത്തലേക്ക് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. ആലപ്പുഴ പോകാൻ ഇതാണ് എളുപ്പം. ഇതാണ് വേമ്പനാട്ട് കായൽ. ഒരു അവധി ദിവസം സായാഹ്നം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ ഫ്രണ്ട്സായിട്ടോ പറയാൻ പറ്റിയ സ്ഥലമാണ്. ബീറൂപ്പി ഉണ്ടോ? KTDCയുടെ യൂസ്ഡ് ബീറൂപ്പികൾ ഡിസ്പോസ് ചെയ്യാണ്ട് സൈഡിൽ വെച്ചാണോ? ലൈറ്റൊക്കെ ഇട്ടൊരു വീട്ടിൽ ഗാർഡൻ ലാൻഡ്സ്കേപ്പ് ചെയ്തുപോലെയുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ബർഗറും മൊമോസും. മുകളിൽ നോൺ AC ആണ്, അവിടെ സ്നാക്സ് മാത്രം സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡ് താഴെയാണ്. മൊമോസ് കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നത് നമ്മൾ പറയുമ്പോഴൊന്നും ഉണ്ടായിക്കൊണ്ടുണ്ട്. മൊത്തം പൊള്ളിപ്പോയി. അത് ഫസ്റ്റ് സോസിൽ ഉപ്പ് കൂടിപ്പോയി. ഉപ്പുള്ള സോസും കണ്ടിരിക്കുക. നമുക്ക് ഇതെടുക്കാം, പ്ലെയിനായിട്ട് കഴിച്ചോളാം. പ്ലെയിനായിട്ട് കഴിക്കാൻ സോൾട്ട്
കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാഡില്ല, കൊള്ളാം. ഇത് കൊള്ളൂല, ഉപ്പ് കൂടിപ്പോയി. ഉപ്പ് കുറവായിരുന്നു കുഴപ്പമില്ല. എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ല കേട്ടോ. നാടൻ സാധനം ഇച്ചിരി ചീസൊക്കെ ഇട്ട്. നാടനിൽ ചീസ് ഇല്ലല്ലോ, ഇച്ചിരി ചീസ് ഇട്ടു. നല്ല ബണ്ണ, നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റ് ഒന്നുമില്ല, ചീസിൻ്റെ ടേസ്റ്റ് മാത്രമാണ്. പിന്നെ ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട്. ടൊമാറ്റോ ഉണ്ട്, ഉള്ളിയുണ്ട്, കുക്കുംബറുണ്ട്, ഐസ്ബർഗ് ലെറ്റൂസ് ഉണ്ട്. ഇതിന് ബർഗറിന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബേക്കറിയിലൊക്കെ പോയി ബർഗർ കഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഫീലാണ്. അതിന് ഇച്ചിരി മോഡേണൈസ്ഡ് വേർഷൻ, കാരണം ചീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ബണ്ണ് നല്ല സോഫ്റ്റാണ്. ആ ബണ്ണ് സോഫ്റ്റാണ്. ഇതാണ് ഇവിടുത്തെ ടൂറിസ്റ്റിന് കൊടുക്കുന്ന ബർഗർ എന്നും പറഞ്ഞാൽ. ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് KTDC ഡിപ്പാർട്ട്മെൻറ്റ് ഈ പരിപാടി ചെയ്യുന്നത്. ഇത് വന്ന് കഴിക്കുന്ന സായിപ്പ് എന്ത് പറയുന്നു എനിക്കറിയില്ല, സായിപ്പിനോട് എന്നെ ചോദിക്കേണ്ടി വരും. ഒന്നും പറയാനില്ല. മൊമോസ് ഇഷ്ടപ്പെട്ടു. ഒരു ഇന്ത്യനൈസ്ഡ് മൊമോസ്, പെപ്പറൊക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ഇട്ട് ഒരു ഇന്ത്യനൈസ്ഡ് മൊമോസ്. ചിക്കൻ മൊമോസ് 130 രൂപ, ചിക്കൻ ബർഗർ 125 രൂപ, സോഡ ലൈമിന് 35 രൂപ, 341 രൂപ. റെസ്റ്റോറൻറ്റ് ടാക്സ് 5% പിടിച്ചു, മൊത്തം 341 രൂപയാണ് ബില്ല്. നമുക്കിനി താഴെ പോയി ഫുഡ് കഴിക്കാം. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ താഴോട്ട് നോക്കുമ്പോൾ വ്യൂ ആണ്. ബസ്സിൻ്റെ ഡോറൊക്കെ തുറക്കണ പോലെയാണ്. റെഡ് ബുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ AC ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ AC ആണ്. പഴയൊരു അശോക് ലൈലാൻഡ്. ഒരു അവധി ദിവസം, ഒരു ലേസി സൺഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. മാരുതി സുസുക്കി എന്ന് പറഞ്ഞ പോലെ ഒരു പാർട്ണർഷിപ്പ് ആണല്ലോ. ഇന്ത്യയുടെ അശോക് മോട്ടോഴ്സും UKയുടെ ഇംഗ്ലണ്ടിലെ ലൈലാൻഡും ചേർത്തിട്ടാണ് ഈ അശോക് ലൈലാൻഡ് എന്ന് പറഞ്ഞൊരു പാർട്ണർഷിപ്പ് ഉള്ളത്. ഞങ്ങൾ പുറത്തിരിക്കാൻ തീരുമാനിച്ചു. നല്ല ഫ്രഷ് ഐറ്റംസ് കഴിക്കാം, ബാഡും പറയാനില്ല. സ്പെൻഡ് ചെയ്യണം ഒരു 10-20 മിനിറ്റ്. ഉണ്ടാക്കാൻ വേണ്ടി ഇച്ചിരി ടൈം എടുക്കും. അങ്ങനെ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റാലും ഇങ്ങോട്ട് വരണം. ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മുടെ സ്വന്തം പൊറോട്ട. ചെറുതായി പോയി കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. വാവ് എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല, കഴിക്കാം. അതുകൊണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ കഴിച്ച എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിച്ച എക്സ്പീരിയൻസ് സർക്കാരിൻ്റെ ആകുമ്പോൾ നമ്മളൊന്ന് ഒരു ബാഡ് പ്രതീക്ഷയായിരുന്നത്. ഇവിടെ നമ്മൾ കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആൾ വന്നിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കുന്നു. നല്ല ഇതിനകം നമ്മളിപ്പോൾ 2 കൊല്ലം ഇത് ഓപ്പൺ ചെയ്ത് 2 കൊല്ലമായിട്ട് അകത്ത് കയറി നോക്കുക ഫുൾ നീറ്റാണ്. നീറ്റാണ്, ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഇവിടെ ഫുഡ്? നല്ല സ്പ്രിംഗ് ഓണിയൻ്റെ ടേസ്റ്റ്. ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ടുണ്ട്, കൊള്ളാം. ഒരു വാവ് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രീൻ പീസും ഉണ്ട്. ചിക്കൻ സാധാരണ കിട്ടാറില്ല, എന്നാലും ചിക്കനും ഉണ്ട്. എല്ലാം അത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്നും കുറച്ചിട്ടില്ല. എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഒരു സാധാരണ ചില്ലി ചിക്കനും ആവറേജ് ടേസ്റ്റ്. ഇത് നല്ല സ്മൂത്താണ്, സോഫ്റ്റായിട്ടോട്ടെ ഇരിക്കുക. ഹാർഡ്നെസ് ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ചിക്കൻ. പൊറോട്ട ഒഴിച്ച് ബാക്കി എല്ലാ ഫുഡും നല്ല ഫൈൻ കുക്കഡാണ് ഞങ്ങൾ കഴിച്ചത്. പൊറോട്ട ഇച്ചിരി നന്നാക്കാൻ ഇരുന്നു. എല്ലാം ഒരു വെജിറ്റബിൾ ടേസ്റ്റാണ്, വേറെ മസാലയുടെ ടേസ്റ്റോ കാര്യങ്ങളൊന്നും അതിനില്ല. പിന്നെ സോസിയാണ്, എല്ലാം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഹൈ കുക്ക് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കില്ല, മീറ്റ് ഹാർഡാക്കാണ്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണ ഒരു പരിപാടി പോലെ. എല്ലാം നല്ല ചൂടോടുകൂടിയാണ് ചേർക്കുന്നത്. ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. എല്ലാത്തിനും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ന് വെച്ചാൽ വാവു എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല, ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പൊറോട്ട മാത്രം ഇച്ചിരി നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കേരള പൊറോട്ട കേരളത്തിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് മന്ത്രി ഇനാഗ്രേഷൻ പറഞ്ഞതായിട്ട് ഞാൻ അറിയാനിടയുണ്ടായി. പക്ഷേ കേരളത്തിൽ ഫുഡ് ഒഴിച്ച് സംസ്ഥാനം വിട്ടുള്ള ഫുഡുകൾ നന്നായി കൊടുക്കുന്നുണ്ട്. എന്നാലും വേമ്പനാട് കായലിൻ്റെ അരികെ വൈക്കം ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾക്ക് വന്ന് നല്ലൊരു സായാഹ്നം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ കോട്ടയം ജില്ലയിലുള്ളവരും നിയർ ബൈ ജില്ലയിലുള്ളവർക്കും ഒരു വൈകുന്നേരം ഫാമിലിയായിട്ടും കപ്പിളായിട്ടോ
അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വരിക, തീർച്ചയായിട്ടും വരിക. ബില്ല് വന്നു 366 രൂപ. ഫ്രൈഡ് റൈസിന്, ചിക്കൻ ഫ്രൈഡ് റൈസിന് 160 രൂപ, ചില്ലി ചിക്കൻ 140 രൂപ, പൊറോട്ടയ്ക്ക് 15 രൂപ പറഞ്ഞതിന്, മിനറൽ വാട്ടർ MRP 15 രൂപയാണ്. അതിൽ 19 രൂപ പ്ലസ് ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. MRPന് മുകളിൽ എങ്ങനെ എമൗണ്ട് പിടിക്കാൻ പറ്റുന്നത്, MRPന് മുകളിൽ എങ്ങനെ ടാക്സ് പിടിക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ പോയി ചോദ്യം, ഇതിങ്ങനെയാണ് ഇതെന്നെ ഇങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ തെറ്റിപ്പോയാൽ സാർ 5 രൂപ കുറച്ച് തന്നായെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തെളിവ് എന്നാന്ന് വെച്ചാൽ അത് 5 രൂപ കുറച്ചാണ് ഞാൻ കൊടുത്തത്. പിന്നെ നല്ല വൃത്തിയുണ്ട്, അതിലാണ് മെയിൻ. ഇങ്ങനെ വൃത്തിയിട്ട് ഞാൻ ഒരു സർക്കാർ സ്ഥാപനം കണ്ടിട്ടില്ല. എന്നാലും ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, സ്കൂളുകളിലും വൃത്തികളിലും. KSRTC ബസ് ഇത്രയും വൃത്തിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ കൊള്ളാം, നീറ്റായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. വരാൻ ശ്രമിക്കുക, എല്ലാവരും വന്നെന്നാണ് എൻ്റെ അഭിപ്രായം. വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ വീഡിയോയുടെ താഴെ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇതാണ് KTDC അരം. ഇവിടെ ബിയർ ആൻഡ് വയർ പാർലറുണ്ട്. ഇതിൻ്റെ കിച്ചണിൽ നിന്നാണ് ഫുഡ് ബസ്സിലേക്ക് വരുന്നത്. Ayurveda is all about maintaining inner balance, and any Ayurvedic medicine is only as good as the quality of raw materials used and quality of process followed. Human Wellness is a Kerala-based Ayurvedic brand. We ensure only the highest quality of herbs go into our products and processes are followed without any adulteration. Broad categories of our products include Churnam, Lehyam, Keram, Thailam, Kashayam, Gulika. Human Wellness, authentic raw materials, authentic process, authentic Ayurveda. Visit our website to purchase online. We ship all over the world. Human Wellness, the Ayurvedic life.